ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വേഴാമ്പലുകളെ കുറിച്ചാണ്. ഇന്ന് ഭൂമുഖത്ത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട വേഴാമ്പലുകൾ ഉണ്ട്. മലബാർ ഗ്രേ ഹോൺബിൽ, മലബാർ പൈഡ് ഹോൺബിൽ, ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ, നാർക്കോണ്ടം ഹോൺബിൽ, ഓറിയന്റൽ പൈഡ് ഹോൺബിൽ, റൂഫസ് നെക്ക്ഡ് ഹോൺബിൽ, ഓസ്റ്റൻസ് ബ്രൗൺ ഹോൺബിൽ, ഗ്രേറ്റ് ഹോൺബിൽ, ഉസിറോസ് ബൈക്കോർണിസ്, ഒസിസറോസ് ബൈറോസ്റ്റിസ്, ബുസെർട്ടോട്ടിഡേ കുടുംബത്തിൽപ്പെട്ടവരാണ് വേഴാമ്പലുകൾ. ഫെതേർഡ് ഹെഡ് ഹോൺബിൽ എന്നിവയാണ്. വേഴാമ്പലിൻ്റെ ശാസ്ത്രനാമം ബുസിറോസ് ബൈക്കോർണിസ് എന്നാണ്. വേഴാമ്പലുകളുടെ തൊണ്ടയ്ക്ക് ഒരു ദ്വാരം ഉള്ളതുകൊണ്ടാണ് അത് വെള്ളം കുടിക്കുമ്പോൾ കഴുത്തിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത്. വേഴാമ്പൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നു. മഴ കാർമേഘങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ കൊക്കുകൾ വിടർത്തി മുകളിലേക്ക് തുറന്നു പിടിച്ച് വീഴുന്ന മഴവെള്ളം തൊണ്ടിലേക്ക് നേരിട്ട് വീഴ്ത്തി വേണം അതിന് വെള്ളം കുടിക്കാൻ. അങ്ങനെ കിട്ടുന്ന മഴത്തുള്ളികളാണ് അവയുടെ ദാഹം ശമിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കവികളും സാഹിത്യകാരന്മാരുമെല്ലാം അവരുടെ കാവ്യങ്ങളിലും പാട്ടുകളിലും മറ്റും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ ഉപമിച്ചുകൊണ്ട് പറയാറുള്ളത്. വേഴാമ്പലിനെ കാട്ടോടൻ ചാത്തൻ എന്നും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ അതിൻ്റെ പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്ക് വേഴാമ്പൽ. മലമുഴക്കുന്ന ശബ്ദത്തോടു കൂടിയുള്ള ചിറക് വീശി പറക്കുന്നതുകൊണ്ടാണ് ആ പക്ഷിയെ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറഞ്ഞു വരുന്നത്. പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മാത്രമാണ് ഇപ്പോൾ മലമുഴക്കി വേഴാമ്പലുകളെ കാണാൻ സാധിക്കുന്നത്. വേഴാമ്പലുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും അതിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം കിട്ടുന്നത് കാണാം. മൃദുലമായ പഴങ്ങൾ, കാറ്റർപില്ലേഴ്സ് പോലെയുള്ളവയെല്ലാം അവ കഴിക്കാറുണ്ട്. ശ്രീലങ്കൻ ചാരവേഴാമ്പൽ മിശ്രഭോജികൾ ആണ്. അവയുടെ ഭക്ഷണം ചെറുസസ്തനികൾ, പല്ലികൾ, പ്രാണികൾ. അവയുടെ വലിയ കൊക്കും ചുണ്ടും കൊണ്ട് ചെറിയ നാം ഉപയോഗിച്ച് പഴമായാലും ഏത് ഭക്ഷണമായാലും മുകളിലേക്ക് എറിഞ്ഞ് അത് നേരെ താഴെ തൊണ്ടിലേക്ക് വീഴുന്ന തരത്തിലാണ് അവയുടെ ഭക്ഷണരീതി. നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാർ വേഴാമ്പലുകൾക്ക് ശരീരം കറുത്ത നിറവും അടിഭാഗം മൊത്തം വെളുപ്പ് നിറത്തിലും ശിരോമകുടം വലിയതും വാലിന് നടുക്ക് കറുപ്പ് നിറമുള്ളതാണ്. വാണ്ടൻ വേഴാമ്പൽ എന്നാണ് പറയുന്ന വേഴാമ്പലുകൾ ശിരോമകുട പാതി പരന്നതും മുൻവശം കൂർത്തതുമാണ്. നാട്ടുവേഴാമ്പലിൻ്റെ ശരീരം ചെറുതും 2 അടിയോളം നീളമുള്ള തവിട്ട് കലർന്ന ചാരനിറമാണ്. മേൽഭാഗത്ത് നെറ്റിയിൽ തുടങ്ങി ചുണ്ടിൽ ചേർന്ന് കിടക്കുന്ന ചെറിയ മകുടം പോലെ കാണാം. കൊക്കും കഴുത്തും വാല് നീളമുള്ളതാണ്. വേഴാമ്പലാണ് കൂഴി വേഴാമ്പലുകൾ. അവയുടെ ദേഹമാകെ തവിട്ട് നിറമാണ്. ഇവയ്ക്ക് മകുടം കാണാറില്ല. ഇവയിൽ പെൺപക്ഷിയുടെ കൊക്കിന് മഞ്ഞ നിറവും ആൺപക്ഷിയുടെ കൊക്ക് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവുമാണ്. 9 സെന്റിമീറ്റർ നീളമുള്ള വളഞ്ഞ കൊക്കുകളും കഴുത്തിന് 1ഉം 2ഉം ആക്സിസും അറ്റ്ലസും ഒന്നിച്ചു ചേർത്ത് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഏക പക്ഷി ഇവരാണ്. അതിനാലാണ് ഇവരുടെ ഈ കഴുത്തിന് വമ്പൻ കൊക്കുകളും തലയും ഇങ്ങനെ താങ്ങി നിർത്താൻ കഴിയുന്നത്. പറക്കുന്നതിനും പാകം ചെയ്യുന്നതിനും തൂവൽ വൃത്തിയാക്കുന്നതിനും കൂട് വൃത്തിയാക്കുന്നതിനും ഇര പിടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മറ്റും വലിപ്പം കൂടിയ ചുണ്ടുകളാണ് സഹായിക്കുന്നത്. ഇവയുടെ കണ്ണുകൾക്ക് ഇമകൾ ഉണ്ട്. അത് അവർ സൺഷെയ്ഡായി ഉപയോഗിക്കുന്നു. മുന്നോട്ട് ചൂണ്ടി നിൽക്കുന്ന 3 വിരലുകളാണ് കാലുകൾക്ക് ഉള്ളത്. നെടുനീളത്തിൽ പരസ്പരം ഒട്ടിച്ചേർത്തതുപോലെ ഉള്ളതിനാൽ നമ്മുടെ പാദം പോലെ പരന്നതാണ്. 10 സ്പെഷീസ് വേഴാമ്പലുകൾ ഉള്ളതിൽ 9 ഇനവും ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലുമാണ്. വേഴാമ്പലുകളിൽ ആണിനെയും പെണ്ണിനെയും പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കുന്നത് മേൽചുണ്ടിലെ പാത്തിമകുടം നോക്കിയാൽ മതി. ആണിൻ്റെ മകുടത്തിന് പിറകുവശം കറുപ്പ് നിറത്തിലും പെണ്ണിൻ്റെ മകുടത്തിൻ്റെ പിറകുവശം ചുവപ്പ് നിറത്തിലും ആയിരിക്കും. പെൺപക്ഷികൾ ചെറുതായിരിക്കും. ആൺപക്ഷിയുടെ നിറം ചുവപ്പ് കലർന്ന കറുപ്പ് നിറവും പെൺപക്ഷികൾക്ക് നീലിമ കലർന്ന വെളുപ്പ് നിറവും ആയിരിക്കും. മഞ്ഞ നിറത്തിലുള്ള കൊക്കും പാത്തിയും നീണ്ട കഴുത്തും വാലും മുഖം മാരടം പുറം ചിറകുകൾ കരിം കറുപ്പ് നിറവും കറുത്ത ചിറകുകൾക്കിടയിൽ വെളുത്ത 2 പട്ടയും കാണാം. മറ്റ് പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ് അവയുടെ കൂടുണ്ടാക്കൽ.
വൻമരത്തിൻ്റെ വലിയ പൊത്തുകൾ നോക്കി അതിൽ അവയുടെ സ്വന്തം കാഷ്ടവും മരത്തിൻ്റെ തൊലിയും ചളിയും പഴങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും കൊണ്ട് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കി സിമൻറ്റ് രൂപത്തിലാക്കി അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ കീറ് പോലെ വാതിലുണ്ടാക്കി അതിന് കൂടെയാണ് പെൺപക്ഷി മുട്ടയ്ക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്ന സമയത്ത് ആൺവേഴാമ്പൽ ഭക്ഷണമെല്ലാം കൊണ്ടുപോയി അവയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പെൺവേഴാമ്പൽ മരപ്പൊത്തിലുണ്ടാകുന്ന ഈ കൂടിൻ്റെ അടപ്പ് അവർക്ക് തുറന്ന് പുറത്തു പോകുന്നതിനും അത് തിരികെ അപ്രകാരം മൂടിവെക്കുന്നതിനും ഈ പക്ഷികൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് വേഴാമ്പലിന് ഒരിനം മാത്രമായുള്ള ബന്ധം എന്നൊക്കെ പറയുന്നതിനുള്ള കാരണം തന്നെ വേഴാമ്പലുകളിൽ പെൺവേഴാമ്പലുകൾ അടയിരിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞുങ്ങൾ ജനിച്ച് മാസങ്ങളോളം ഭക്ഷണം എത്തിക്കേണ്ട ചുമതല ആൺവേഴാമ്പലുകൾക്ക് തന്നെ. അവരെ സംരക്ഷിക്കുന്നതും കാവലായി ഇരിക്കുന്നതും എല്ലാം ആൺവേഴാമ്പലുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരിനം മാത്രമായിരിക്കും വേഴാമ്പലുകൾക്കുള്ളത്. ഇതുപോലെ തന്നെയാണ് അന്റാർട്ടിക്കയിലുള്ള ചക്രവർത്തി പെൻഗ്വിൻ പോലെ മോണോഗമസ് ബന്ധമുള്ളത്. ആൺവേഴാമ്പൽ മാസങ്ങളോളം ഇങ്ങനെ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് തളരുന്ന സമയത്ത് പെൺവേഴാമ്പലുകൾ അവയുടെ കൂടിൻ്റെ മൂടി തുറന്ന് ഭക്ഷണം കൊണ്ടുവരുന്നതിന് സഹായിക്കാറുണ്ട്. അത്തരത്തിൽ അവർ രണ്ടുപേരും തീറ്റ കൊണ്ടുവരുവാൻ പോകുന്ന സമയത്ത് കുരങ്ങന്മാർ, പക്ഷികൾ, പാമ്പുകൾ എന്നിവർ വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാതിരിക്കാൻ അതീവ രഹസ്യമായാണ് അവർ പോകുന്നതും കൂടിൻ്റെ അടപ്പ് മൂടിവെക്കുന്നതും ഇവരുടെ പ്രത്യേകത കൂടിയാണ്. അതുപോലെ ഭക്ഷണം, അവയുടെ കാഷ്ടം എന്നിവ കൂടിനുള്ളിലേക്ക് വീണ് അവിടെ നാറ്റമില്ലാതെ സംരക്ഷിക്കുന്നതിനും അവയുടെ കൂട് വൃത്തിയാക്കുന്നതിനും അവർക്ക് പ്രത്യേക കഴിവുകളുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.